ഹലോ മക്കളെ, അമ്മ ഇന്നൊരു തട്ടിക്കൂട്ട് മസാല ദോശ തയ്യാറാക്കാൻ മാവ് ശരിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു തട്ടിക്കൂട്ട് മസാല ദോശ എന്നാണ് അമ്മ ഇതിന് പറയുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല ദോശയുടെ ഗ്രേവി കണ്ടേ, തക്കാളി, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 കിഴങ്ങ്, അതായത് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഉരുളൻ കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നു. ഇത്ര ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടി, ഏതെങ്കിലും ഒരു കായപ്പൊടി, പിന്നെ നെയ്യ്. അപ്പോൾ അതാ നോക്കിയാട്ടെ, ഞാൻ ഇതിനെല്ലാം എടുത്ത് വെച്ചിട്ട് അതിനാവശ്യമായ സ്പൈസസ് നമുക്ക് ആവശ്യമായ ഇതിൽ നിന്ന് എടുക്കാം. എല്ലാം ഉണ്ടല്ലോ. മൊത്തം ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വേണ്ടത്. ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത്, ചട്ടി അടപ്പത്ത് വെച്ചു. ചട്ടി ചൂടായപ്പോൾ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യ് കട്ട പിടിച്ചിരിക്കുക, തണുപ്പല്ലേ, അതിനെ ഒന്ന് ഉരുക്കിയാണ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഉരുക്കിയെടുക്കുവാണ്. നെയ്യ് നന്നായി ഉരുക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് സ്വല്പം കടുവാണ് ഇടുന്നത്. നെയ്യിൽ കടുവിട്ടു. കടുവ് കഴിഞ്ഞിട്ട് കൊച്ചു ജീരകം ആകുമ്പോൾ ഉണ്ടല്ലോ, മഴയല്ലേ, തണുപ്പല്ലേ, അപ്പോൾ നമുക്ക് നല്ലതാണത്. അതിനകത്ത് സവോള ഇട്ടു. ഒരു സവാളയെ ഞാൻ എടുത്തുള്ളൂ, വലിയൊരു സവോള. ആ സവോള കൊച്ചാട്ടരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി അതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയെ വഴറ്റുന്ന പോലെയല്ല, ഇത് ഇച്ചിരി നേരം ഒന്ന് മെനക്കെടണം. അങ്ങനെയാണ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നതിന്. ഇച്ചിരി നേരം നമ്മൾ കൈവിടാതെ അതിനെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുക്കണം. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ കൊച്ചുള്ളിയും പച്ചമുളകും ഇങ്ങനെ എടുത്ത് ചമ്മന്തി അരയ്ക്കാം. അത് നല്ലതാണ്. ഞാനങ്ങനെ ചട്നി ഉണ്ടാക്കാറുണ്ട്. ഏകദേശം സവോള വഴന്നു, കളറ് വന്നു, ഗോൾഡൻ ബ്രൗൺ കളർ വന്നു. അതിലേക്ക് നമ്മൾ തക്കാളിയാണ് കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ച തക്കാളിക്കുട്ടനെ കൊടുക്കുന്നു. ഇനി തക്കാളിക്കുട്ടനും സവോളയും നെയ്യും കടുവും കൊച്ചു ജീരവും കൂടെ ചേർത്ത് നമുക്ക് അവരെയും കൂടെ ഒന്ന് ഇളക്കാം. അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകിനെയും കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മസാലക്കൂട്ടാണ്. മസാല ദോശ വേണമെന്നും പറഞ്ഞ് പിള്ളേർ ബഹളം വെച്ച് വലിയ വലിയ കടകളിൽ പോയി പൈസ കളയേണ്ട കാര്യമില്ല. കണ്ടല്ലോ, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇച്ചിരി നെയ്യ്, കടു, കൊച്ചു ജീരകം എല്ലാം കൂടെ ചേർത്ത് ഈ പരുവാക്കി നമ്മൾ വഴറ്റി എടുത്തുകൊണ്ട് വരികയാണ്. നന്നായി വഴന്ന് കണ്ടോ. കാര്യം മസാല ദോശയ്ക്കെല്ലാം ഉടഞ്ഞിരിക്കണം, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കണം. അതിനാണ് നമ്മൾ പയ്യെ ഒന്ന് കുത്തി ഉടയ്ക്കുന്നത്. പക്ഷെ കറച്ചട്ടിയുടെ മൂട് കളയല്ലേ. ഏകദേശം അതൊന്ന് വഴന്ന് വൃത്തിയായപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കായപ്പൊടിയും കൂടെ കൊടുക്കുന്നുണ്ട്. കായപ്പൊടി നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അരോമ സ്മെല്ലും നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിലാണ് നന്നായിട്ടൊന്ന് അരങ്ങി വഴറ്റി നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പയ്യെ ചെയ്യുക. അപ്പോൾ അതൊന്ന് ഉടഞ്ഞൊന്ന് ശരിയായിക്കോളും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങിനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. കിഴങ്ങിനെയും കൂടെ ചേർത്ത് കൊടുത്ത്, അപ്പോൾ 2 കൊച്ചു കിഴങ്ങാണ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നത്. കൈ കൊണ്ട് ഉടച്ച് വെച്ചതാണ്. അതിനെന്താ ഈ മസാലക്കൂട്ടിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് അടുത്ത ജോലി. ഇനി നമ്മൾ അല്പം ഉപ്പ് കൂടെ കൊടുക്കുന്നു. കാരണം ഇതുവരെ നമ്മൾ ഉപ്പ് കൊടുത്തില്ലല്ലോ. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടുണ്ട്. കിഴങ്ങിനൊന്നും ഉപ്പിട്ടല്ലല്ലോ പുഴുങ്ങിയത്. എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ നന്നായി കുഴയ്ക്കുക. നന്നായി ഉണ്ടോ, നല്ല അമർത്തി, നല്ലത് പശ പോലെ ഒന്നിനെ ഒന്നറിയാത്ത രീതിയിൽ ഉടച്ച് നമ്മൾ കുഴയ്ക്കുക. ഉടച്ച് കുഴയ്ക്കുക. കിഴങ്ങിനെയും തക്കാളിയെയും സവോളയെയും പച്ചമുളകിനെയും ഒന്നും പരസ്പരം കാണാത്ത വിധത്തിൽ നന്നായിട്ട് ഉടച്ച് ചേർത്ത് പിടിപ്പിക്കുക. കണ്ടല്ലോ, കണ്ടോ, ആ മൺചട്ടിയിലായതുകൊണ്ട് നല്ലോണം ഉടഞ്ഞു വരുന്നുണ്ട്.
നന്നായിട്ട് നല്ല ഉടച്ച് ചേർത്ത് പിടിപ്പിക്കുക. അപ്പോൾ ഫ്ലെയിമെന്ന് പറയുന്നത് ഒരു കൊച്ചു ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ല വലിയ തീയിലൊന്നും അല്ല, കുഞ്ഞം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്ത് വെച്ചു. ഇനി നമ്മളതിനെ മാറ്റി വെച്ചു, ശരിയാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ മാവെടുത്തു, അടപ്പേ തവ വെച്ചു, അതായത് ദോശക്കല്ല് വെച്ചു, 1.5 സ്പൂൺ ദോശമാവ് ഒഴിച്ചു. കല്ല് ചൂടായതിന് ശേഷമാണേ, അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ചൂടായതിന് ശേഷം ഏകദേശം അധികം വലിപ്പവും ഇല്ല, എന്നാൽ അധികം ചെറുപ്പവും ഇല്ലാത്ത രീതിയിൽ ദോശമാവ് ഒഴിച്ച് നമ്മൾ പരത്തി. ഏകദേശം അതൊന്ന് ചൂടായതിന് ശേഷം അല്പം നെയ്യും കൂടെ നമ്മൾ അവിടെ ഇവിടെയും ഇട്ട് കൊടുത്തു. ആ നെയ്യ് ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചാൽ ആ ഫ്ലേവർ നമുക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാം കൂടെ ചേർന്ന് മൊരിയുന്ന അരോമ എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ചെറിയവർക്കും കൊതി ഊറും. അങ്ങനെയാണ് ഈ മസാല ദോശ തിന്നാൻ തന്നെ പിള്ളേർ കൊതിക്കുന്നത്. കണ്ടല്ലോ, നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ നെയ്യ് അതുമായിട്ട് ചേർന്ന് റോസ്റ്റ് ആയപ്പോൾ നമ്മൾ പയ്യെ ഒന്ന് മറിച്ചിടുന്നുണ്ട്. ആ ദോശയെ നമ്മളൊന്ന് മറിച്ചിട്ട് കണ്ട് ഒരു 1.5 സെക്കൻഡ് അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. വീണ്ടും അപ്പോൾ കാര്യം ചൂട് തവയാണല്ലോ, വീണ്ടും നമ്മൾ തിരിച്ചിട്ടിട്ട് അതിലോട്ട് ഇതിന് മുമ്പാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചമ്മന്തി ആദ്യം ഇച്ചിരി ചമ്മന്തി ആയിട്ട് ചട്നി ഒഴിച്ചിട്ടാണ് ഇത് ഗ്രേവി കോരി വെക്കുന്നത്. ഇപ്പോൾ അതില്ല, ഞാൻ ഗ്രേവി മാത്രം, അതായത് മസാലക്കൂട്ട് മാത്രം കോരി വെക്കുകയാണ്. നമ്മൾ ദോശയ്ക്ക് ആവശ്യമായ മസാലക്കൂട്ട് കോരി വെക്കുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് കോരി വെച്ച് പയ്യെ തേച്ച് പിടിപ്പിക്കുന്നു. പയ്യെ ഉണ്ടോ, ഒന്ന് പരത്തി എല്ലായിടവും ഒന്ന് പയ്യെ തേച്ച് പിടിക്കും. എന്നാൽ ഓവർഫ്ലോ ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ മടക്കി നമ്മൾ ഇലയപ്പം മടക്കുന്ന കണക്ക് മടക്കിയിട്ടൊന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ അമർത്താതെ, എന്നാൽ ചെറിയ രീതിയിൽ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ച് എന്നിട്ടൊന്ന് ചൂടാക്കുക. ഉണ്ടല്ലോ, ചൂടാക്കുക. ഇനി 2 വശവും ചൂടായതിന് ശേഷം ഒരൽപ്പം നെയ്യ് നമുക്കൊന്ന് തൂവി നോക്കാം. 2 വശവും ചൂടാകുന്നുണ്ടല്ലോ. ഇതിപ്പോൾ മറിച്ചു. ഇനി നമുക്ക് അതിലോട്ട് ചൂടായി, 2 വശവും ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് അല്പം നെയ്യ് തൂവി കൊടുക്കാം പുറവശത്തിട്ട്. അപ്പോൾ അകത്ത് നെയ്യ് ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത ഭാഗമാണ്. പുറവശത്ത് നമുക്ക് അല്പം നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ ഒരു വാഴയിലയിലോട്ട് മാറ്റുന്നു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചട്നി, അതായത് കാന്താരിമുളക് ഉപ്പിലിട്ടതിൻ്റെ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മുട്ട പോക്കറ്റ് ഓംലെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുരുമുളക് വേണ്ടാത്തതുകൊണ്ട് കുരുമുളക് അകത്ത് കൊടുത്തിട്ടില്ല. ഒരു പോക്കറ്റ് ഓംലെറ്റും കൂടി കൊച്ചുമോക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്നി, ഓംലെറ്റ്, പോക്കറ്റ് ഓംലെറ്റ് മസാല ദോശയുടെ കൂടാണേ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് പോക്കറ്റ് ഓംലെറ്റ്, ചട്നി, ഇനിതാ സാമ്പാർ. മസാല ദോശ റെഡി. നമ്മളൊരു കടയിൽ ചെന്ന് മേടിക്കണേ $2000 വേണം. നമ്മുടെ വീട്ടിൽ ചെയ്താലോ 10-200 രൂപയുടെ ചിലവേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതേപോലെ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം. റേഷനരി പച്ചരി ഒന്നും കളയരുത്. ഇച്ചിരി ഉഴുന്നൂടെ മേടിച്ച് വല്ലപ്പോഴുമൊക്കെ ഇതേപോലെ പിള്ളേർക്ക് ചെയ്തു കൊടുക്കണം. എന്നും ചെയ്തു കൊടുത്താൽ മാനമില്ല, വല്ലപ്പോഴും ചെയ്തു കൊടുക്കുക. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുവോളും. ബായ് മക്കളെ.